ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധിച്ച് കെഎസ്ആർടിസി ജീവനക്കാരുടെ കാളവണ്ടി യാത്ര യുഡിഎഫ് അനുകൂല സംഘടനയായ ടിഡിഎഫിന്റെ പ്രവർത്തകരാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാളവണ്ടി യാത്ര സംഘടിപ്പിച്ചത്. നവകേരള ബസിന്റെ മാതൃകയിലാണ് കാളവണ്ടി പ്രതിഷേധം ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അരങ്ങേറുന്നത്. യുഡിഎഫ് അനുകൂല സംഘടനയായ ടിഡിഎഫിന്റെ നേതൃത്വത്തിലാണ് ഇന്നത്തെ പ്രതിഷേധ പരിപാടി. കെഎസ്ആർടിസിയെ പൂർണ്ണമായും സർക്കാർ തകർക്കുന്നു എന്ന ആരോപണം നേതാക്കൾ ഉന്നയിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരപരിപാടി? കഴിഞ്ഞ 7.5 വർഷക്കാലമായിട്ട് കെഎസ്ആർടിസി തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും യാതനകളും അധികാരികൾ കണ്ണു തുറക്കുന്നില്ല, ശമ്പളം കൃത്യമായിട്ട് നൽകുന്നില്ല. ക്രിസ്മസ് ആയിട്ട് പോലും ഞങ്ങൾക്ക് ശമ്പളം പകുതിയെ കിട്ടിയിട്ടുള്ളൂ, ശമ്പളം കിട്ടിയിട്ടില്ല. കഴിഞ്ഞ മാസം ശമ്പളം പകുതിയെ കിട്ടിയിട്ടുള്ളൂ. എന്നിട്ടും കെഎസ്ആർടിസിയിലെ ഇടതുപക്ഷ സർക്കാർ കോടികൾ ദൂർത്തടിച്ചുകൊണ്ട് ഇത് കേരളം മുഴുവൻ AC ബസ്സിൽ കറങ്ങി നടക്കുകയാണ്. പക്ഷേ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ശമ്പളം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശമ്പളമില്ല. ആ ഒരവസ്ഥയിലാണ്. ശബരിമല ശേഷം 308 കോടിയോളം കഴിഞ്ഞ മാസം ശമ്പളം കിട്ടിയിട്ട് 60 കോടി എടുത്ത് ശമ്പളം കൊടുക്കുവാനുള്ള മനസ്സ് നമ്മുടെ സർക്കാർ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ യാത്ര കഴിയുമ്പോൾ വകുപ്പിന്റെ മന്ത്രി തന്നെ മാറുന്ന ഒരു സാഹചര്യമുണ്ട്. പുതിയൊരാൾ വരണം, ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് കരുതുന്നുണ്ട്. ഞങ്ങൾക്ക് ആര് വന്നാലും കുഴപ്പമില്ല, ഏത് മന്ത്രിയായാലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് ആര് ഭരിച്ചാലും കുഴപ്പമില്ല. LDF ആണോ UDF ആണോ, ഞങ്ങൾ ചെയ്യുന്നതിന്റെ കൂലി മാത്രം, ഞങ്ങൾ ന്യായമായ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കുന്നുള്ളൂ. ചെയ്ത ജോലിക്കുള്ള കൂലി ഞങ്ങൾ DO മറ്റുള്ള ആനുകൂല്യങ്ങളൊന്നും ചോദിക്കില്ല. ആര് ഭരിച്ച LDF ആണോ UDF ആണോ BJP ആര് ഭരിച്ചാലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് ആര് ഭരിച്ചിരുന്നാലും, ഞങ്ങൾ UDF ഭരിച്ചപ്പോഴും ഞങ്ങൾ ന്യായമായ പെൻഷന് വേണ്ടി ഞങ്ങൾ സമരം ചെയ്തു. ഇവിടെ MD തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. അതിൽ തന്നെ 200 കോടിയോളം രൂപയുടെ വരുമാനമുണ്ട് KSRTCക്ക് പ്രതിമാസം. ഈ പെൻഷനും ശമ്പളവും ഒക്കെ അതിൽ കൊടുത്താൽ തന്നെ ഈ പുറത്തു നിൽക്കുന്ന കടമാണ് ഈ പ്രശ്നമാവുന്നത്. എങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ കഴിയുക? ഈ പരിഹരിക്കുന്ന ആദ്യം ഈ ചാനൽ ആദ്യം ചെയ്യേണ്ടത്, ഞങ്ങൾ ഈ ബൾക്ക് പർച്ചേസിനെ കുറിച്ചുള്ള കണക്കെടുക്കണം. വിവരാവകാശം ചോദിച്ചാൽ എല്ലാവർക്കും കിട്ടുമല്ലോ. എത്ര കോടി രൂപ, എത്ര ലക്ഷം രൂപയാണ് വോൾവോ ബസ്സിന് വേണ്ടി, വാടക വണ്ടിക്ക് വേണ്ടി മാത്രം KSRTC ചെലവാക്കുന്നുള്ളത് പാപ്പനംകോട്ട് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിനൊന്നും ഒരു തൊഴിലാളി ഉത്തരവാദിയല്ല. ഞങ്ങൾക്ക് ചെയ്ത ജോലിൻ്റെ കൂലി തരാൻ പറഞ്ഞു. ഇപ്പം ഗണേഷ് കുമാർ വന്നാലും പിണറായി പറയുന്നതിൻ്റെ അപ്പുറത്ത് പോകില്ല. പിണറായി എന്ന് പറയുന്ന ആൾ ഇത് കേരളം മൊത്തം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 72 കോടി രൂപ സർക്കാർ കൊടുത്തു പറയുമ്പോൾ 5 ദിവസമായി. എന്നിട്ടും തൊഴിലാളിക്ക് പൈസ കൊടുക്കാനല്ല. അന്നപ്പോഴാണ് നമ്മുടെ വകുപ്പ് മന്ത്രി പറയുന്നത് വരവിനേക്കാട്ടും കൂടെ ചെലവുണ്ട്. ആ ചെലവ് എന്താണെന്ന് യൂണിയൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓരോ തൊഴിലാളി യൂണിയൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് TDF ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും സുശീൽ ഖന്ന റിപ്പോർട്ടിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെ അവർ പറഞ്ഞില്ലെങ്കിൽ കൂടി അതിന്റെ ഈ പരിഷ്കരണ നടപടികൾ ആ റിപ്പോർട്ടിനെ കൂടി അടിസ്ഥാനമാക്കിയാണ് KSRTC കൊണ്ടുവന്നത്. KSRTCക്ക് ഗതാഗത വകുപ്പിന് പുതിയൊരു മന്ത്രി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. സന്തോഷ് മണക്കാടിനൊപ്പം BB വിനോദ്, News 18 തിരുവനന്തപുരം.